നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി സിപിഐഎമ്മിന്റെ വമ്പൻ പ്രഖ്യാപനം. അഭിമാനപോരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സിപിഐഎം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉഗ്രൻ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷിയാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. പോരാട്ടം എല്ലാ ഇടതുവിരുദ്ധ ശക്തികൾക്കുമെതിരെയെന്ന് എം സ്വരാജ് പ്രതികരിച്ചു. രാഷ്ട്രീയ മണ്ഡലത്തെ അമ്പരപ്പിച്ച തീരുമാനം ന്യൂസ് മലയാളത്തിലൂടെ കേരളം അറിഞ്ഞു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയാകും. സ്വതന്ത്രരെ പരീക്ഷിക്കുമെന്ന വാർത്തകൾക്കിടെ നിലമ്പൂർ സ്വദേശിയെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താനുള്ള തീരുമാനത്തിൽ നിർണായകമായത് പിണറായി വിജയന്റെ നിലപാടാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി നിലമ്പൂരിനെ കാണണമെന്നും സ്വരാജ് മത്സരിക്കണമെന്നും പിണറായി നിലപാടെടുത്തു. ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെന്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM കാണുന്നത് അങ്ങനെയാണ്. SFIയുടെയും DYFIയുടെയും മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന യുവ നേതാവ് പോരിനിറങ്ങുന്നതിൽ നിലമ്പൂരിലെ CPIM പ്രവർത്തകർ ആവേശത്തിലാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് MLA ആയ സ്വരാജ് സ്വന്തം മണ്ണിലെത്തുന്നത് PV അൻവറിനോടും UDFിനോടും ഒരേപോലെ കണക്ക് തീർക്കുക എന്ന രാഷ്ട്രീയ ദൗത്യത്തോടെയാണ്. വിജയം സുനിശ്ചിതമാണ്. കാരണം നിലവിൽ ഇടതുപക്ഷം വിജയിച്ച ഒരു സീറ്റാണ്, തുടർച്ചയായി വിജയിക്കുന്ന സീറ്റാണ്. ചരിത്രത്തിൽ മുൻപും LDF സ്വതന്ത്രന്മാരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും ഒക്കെ ജയിച്ചിട്ടുള്ള നാടാണ്. നാളെ റോഡ് ഷോയോടെ നിലമ്പൂരിൽ സ്വരാജ് പോരിനിറങ്ങും. പലരെ തേടി അലഞ്ഞ ശേഷമാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് CPIM തയ്യാറായതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. നിവർത്തികേട് ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയല്ല, ഞങ്ങളോട് പറയല്ലേ. ഏത് ചേരിയിലെന്ന് ഇതുവരെ വ്യക്തത വരാത്ത PV അൻവർ ജൂൺ 23 കരുത്തനാരെന്ന് അറിയാമെന്ന് മാത്രം പറഞ്ഞു. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം 23-ാം തീയതി. കരുത്തനായ എം സ്വരാജ് കളത്തിലിറങ്ങുന്നതോടെ മത്സരത്തിന്റെ മുറയും മർമ്മവും ആകെ മാറും. പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിച്ച് മത്സരത്തിൽ ശ്രദ്ധയൂന്നാൻ UDF നിർബന്ധിതമാകും. മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന BJPക്കും മത്സരത്തിന് ഇറങ്ങേണ്ടി വരും. അതോടെ തോരാമഴയിലും നിലമ്പൂരിൽ തീ പാറുമെന്നുറപ്പ്. ക്യാമറാമാൻ MG മഞ്ജുഷിനൊപ്പം VS അനു, ന്യൂസ് മലയാളം.